ഇന്നിവിടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു കുട്ടനാടൻ സ്റ്റൈൽ ഡക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഡക്ക് മേടിച്ചിട്ടുണ്ട്. ഈ പാകത്തിനാണ് ഇവിടെ നുറുക്കി എടുത്ത് വെച്ചേക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ചേർത്ത് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ആയിരുന്നു മറിനേറ്റ് ചെയ്ത് വെക്കുവാണ്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. കരയാമ്പൂ, സ്റ്റാർ, ഏലക്ക, കറുകപ്പട്ട ഇട്ട് കൊടുക്കുവാണ്. 4 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, 10 പച്ചമുളക് ഉണ്ട്. ഇതെല്ലാം ക്രഷ് ചെയ്തെടുക്കുവാണ്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, അപ്പൊ ക്രഷ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. 2 തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വഴന്ന് കിട്ടിയതിന്റെ ഡക്കിനെ ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ചക്ക അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ വട്ടത്തില് തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിട്ടാട്ടോ. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ക്യാരറ്റും കൂടെ എടുത്ത് മാറ്റാം. ഇവിടത്തെ ഡക്ക് വെച്ചിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. തനിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിള വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. വറുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പാലപ്പത്തിന്റെ കൂടെ, അത് ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.